നമസ്കാരം. ഇങ്ക് സ്റ്റോറീസിലേക്ക് സ്വാഗതം. എം സ്വരാജിനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് CPIM എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പൊന്നാനി സ്വരാജിന് ഒരു സുരക്ഷിത മണ്ഡലമായിരിക്കുമോ? ഒരിക്കൽ കൂടി സ്വരാജിനെ മത്സരിപ്പിച്ചു തോപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് ഗുണം ചെയ്യുമോ? മലപ്പുറം പോലെ UDFന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ജില്ലയിൽ തന്നെ സ്വരാജിനെ മത്സരിപ്പിക്കണം. അണികൾക്കും പ്രവർത്തകർക്കും ഇങ്ങനെ ചില ആശങ്കകൾ എപ്പോഴേ ഉയർന്നു കഴിഞ്ഞു. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 തവണ സ്വരാജ് ഇതിനോടകം മത്സരിച്ചു. അതിൽ തൃപ്പൂണിത്തുറയിൽ ഒരു ജയവും ഒരു തോൽവിയും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ആര്യാടൻ ഷൗക്കത്തിനോട് തോൽവി വഴങ്ങേണ്ടി വന്നു. CPIMലെ യുവ നേതാക്കളിൽ സംഘാടന ശേഷി കൊണ്ടും ആഴത്തിലുള്ള പാണ്ഡിത്യത്തിന്റെ കാര്യത്തിലും പകരം വെക്കാൻ ആളില്ലാത്ത നേതാവാണ് സ്വരാജ്. സ്വരാജിനെ പോലെ ഒരാളെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ അണികളിൽ നിന്നുപോലും അന്ന് എതിർപ്പുയർന്നിരുന്നു. UDF അനുകൂല മണ്ഡലമായ നിലമ്പൂരിൽ ഒരു മത്സരത്തിനാണെങ്കിൽ പോലും സ്വരാജിനെ കളത്തിലിറക്കുന്നത് പൊതുവിൽ അണികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അത്തരമൊരു ജയസാധ്യത കുറഞ്ഞ മണ്ഡലത്തിൽ നിർത്തി ആളെ തോൽപ്പിക്കേണ്ടിയിരുന്നില്ല എന്നതായിരുന്നു അന്നത്തെ CPM അണികളുടെ പൊതുവികാരം. ഒരു പക്ഷേ നാളെ പാർട്ടിയെ നയിക്കേണ്ട ആളായോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ CPIMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായോ ഉയർത്തിക്കാട്ടാവുന്ന ആളാണ് എം സ്വരാജ്. അങ്ങനെ ഒരാളുടെ ഗ്രാഫ് തോൽവികളിലൂടെ ഇടിച്ചു കളയേണ്ടതുണ്ടോ എന്നതായിരുന്നു അണികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചോദ്യം. ഇനി നമുക്ക് പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഒന്ന് പരിശോധിക്കാം. 2006 മുതൽ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ് പൊന്നാനി. 2006-ൽ പാലോളി മുഹമ്മദ് കുട്ടി അവിടെ നിന്ന് ജയിച്ചത് 28,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 2011-ലും 2016-ലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ P ശ്രീരാമകൃഷ്ണനെ പൊന്നാനിക്കാർ ജയിപ്പിച്ചു. ഈ മണ്ഡലത്തിലേക്കാണ് ഇത്തവണ സ്വരാജ് എത്തുന്നത്. അതായത് മലപ്പുറത്തെങ്കിലും ഇടതുമുന്നണിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പൊന്നാനി. 2001-ലും 2011-ലും UDF അധികാരത്തിൽ വന്നപ്പോഴും LDFനെ കൈവിടാത്ത മണ്ഡലം. ഇനി നമുക്ക് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കൊന്നു നോക്കാം. കടുത്ത ഭരണവിരുദ്ധ വികാരവും ഇടതുവിരുദ്ധ തരംഗവും ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പെന്നാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. പൊന്നാനി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് ജയിച്ചത് 68,635 വോട്ട്, UDFന് 70,217 വോട്ട്. UDFന് കൂടുതൽ കിട്ടിയത് 4,800 വോട്ട്. ഇനി ശതമാന കണക്കെടുത്താൽ UDFന് 44%, LDFന് 43% വോട്ട്. 1% മാത്രം വ്യത്യാസം. സംസ്ഥാനത്താകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് LDFനേക്കാൾ 5% വോട്ട് അധികം ലഭിച്ചിരുന്നിടത്താണ് പൊന്നാനിയിലെ ഈ ഒരു ശതമാനം. സ്വരാജ് മത്സരിച്ചാൽ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ മേന്മ കൂടി കണക്കിലെടുത്ത് ഈ ചെറിയ ഭൂരിപക്ഷം മറികടക്കാനാവില്ലേ എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പൊന്നാനി ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ ഒരു ഷുവർ സീറ്റായി തുടരും.